മിന്നൽ ബാബുവിന്റെ അടുത്താണ് അവന്റെയൊക്കെ കളി. അയ്യോ, ഒരു കൈയില്ലാത്തവനാണേ, എന്തെങ്കിലും തരണേ. കണ്ടില്ല. അവൻ പള്ളിക്കകത്ത് തന്നെ കാണും. എപ്പോഴെങ്കിലും പുറത്തിറങ്ങാതിരിക്കില്ലല്ലോ. ഇവിടെ ഇരുന്ന് ലാവിഷായിട്ട് തണ്ട. അയ്യോ, ഈ അഗതിക്ക് വല്ലോം തരണേ. എന്താണ് ഇത് കാണാനാണോ വെച്ചിരിക്കുന്നത്? എന്താ ഇത് കാണാനാണോ വെച്ചിരിക്കുന്നത്? ഞാൻ DYSP ആണ്. എന്നെ ഐഡിയ ആക്കാൻ കാണാം. ഭ്രാന്തന്മാരെ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന് കീഴടങ്ങുന്നതാണ് നല്ലത്. പക്ഷെ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ. കമ്മീഷണർ കൊല ചെയ്യപ്പെട്ടോടെ കളി കാര്യമായില്ലേ ഫാദർ? ഈ കുട്ടിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. കെട്ടുകഥകളിൽ പോലും കേട്ടിട്ടില്ല ഇത്തരം അവിചാരിതമായ പരീക്ഷണങ്ങൾ. ദാസൻ അറിയാമോ, ശോഭയുടെ ചേട്ടൻ വേണുവിനെയും പോലീസ് തിരയുകയാണ്. ശോഭയുടെ ചേട്ടനോ? എപ്പോ? എങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്. ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദൻ ഫിക്ഷൻ. ഈ കുട്ടിക്ക് പ്രിയപ്പെട്ടവരായി 2 പേർ 2 സാഹചര്യങ്ങളിൽ ഒരേ തരത്തിലുള്ള കുറ്റം ചെയ്തവരായി കരുതപ്പെടുക എത്ര വിചിത്രമായിരിക്കുമെന്ന് നോക്കൂ. ദാസൻ അവിടെ നിൽക്കൂ. അത് ചിലപ്പോ പോലീസാണെങ്കിൽ? ആണെങ്കിൽ പിടികൊടുക്കണം. ദാസേട്ടൻ രക്ഷപ്പെട്ടോട്ടെ ഫാദർ. ഒളിച്ചോട്ടം ഒന്നിനൊരു പരിഹാരമാർഗമല്ല കുഞ്ഞെ. എന്നെ കൊലയ്ക്ക് കൊടുക്കുകയാണോ ഫാദർ? സത്യം പരാജയപ്പെട്ട ചരിത്രമില്ലെന്ന് നീ മനസ്സിലാക്കൂ. ഫാദറാണ് എനിക്കും എന്റെ പെങ്ങൾക്ക് ഒരു ജീവിതം തന്നത്. ഫാദറിന്റെ വേണു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത്. മറ്റാരും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എല്ലാവർക്കും എന്റെ ജീവനാണ് വേണ്ടതെങ്കിൽ അവരെ എടുത്തോട്ട് ഫാദർ. എന്നെ പരിചയമുണ്ടോന്ന് അറിയില്ല. ടിവിയിലും പത്രത്തിലും ഒക്കെ എന്റെ പടം കണ്ടാണ്. ഉദാഹരണമായി കൊന്നത് ഞാനാണ്. നമ്മൾ 2 കൊലപാതകങ്ങൾ ഒന്നു ചേർന്നാൽ നമുക്കിവിടെ പല അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. ദാസൻ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഓടി ഓടി തളർന്നു. വരൂ. ഫാദർ, കുറച്ചു നാളായി ഞാനിവനെ നോക്കി നടക്കുന്നു. ദാസന് ശോഭയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നതല്ല കാര്യം. വെറും ഒരു പരിചയക്കാരനാണെങ്കിൽ പോലും എങ്ങനെ ഇത് സഹിക്കാനാവും? നമുക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? പോലീസിൽ സറണ്ടർ ചെയ്യാനാണ് ഫാദർ എന്നെ നിർബന്ധിക്കുന്നത്. വർമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ ആ മനുഷ്യൻ എവിടെ ചെന്നായാലും അന്വേഷിക്കും. ദൈവം എപ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കുമെന്ന് ഫാദർ നമ്മെ പഠിപ്പിച്ചു വെറുതെയായിരുന്നു. എന്താണ് ഈ സെയിന്റ് ജോസഫ് പ്രസ് ഗോൺസാൽവസ്? അത് ചിലപ്പോ വർമ്മ ഒളിച്ചിരിക്കുന്ന സ്ഥലമാവും. എവിടെ വർമ്മയുടെ ഫോട്ടോ നോക്കട്ടെ. എവിടെയാണ് മനുഷ്യ താൻ ഒളിച്ചിരിക്കുന്നത്? ഓർമ്മ വെച്ച നാൾ മുതൽ കർത്താവിന്റെ ക്രൂശിത രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. ഏതാപത്തിലും കർത്താവ് നമ്മുടെ രക്ഷയ്ക്കെത്തുമെന്ന് വിശ്വസിച്ചു. എനിക്കിപ്പോൾ ഒന്നിനും വിശ്വാസമില്ല.
ഫാദർ 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 എന്താ വേണു? ഫാദർ, ഗോൺസാൽവസ് എന്ന പേരുള്ള ഒരാളുടെ കല്ലറ ഈ പള്ളിയിൽ എവിടെയെങ്കിലും കണ്ടായി ഓർക്കുന്നുണ്ടോ? ഗോൺസാൽവസ് ഇവിടെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. ഒരുപക്ഷെ പഴയ സിമിത്തേരിയിൽ കണ്ടേക്കും. എന്താ കാര്യം? കാര്യം വന്നിട്ട് പറയാം. ഞാൻ ആ സെമിത്തേരി വരെ പോവാണ്. എനിക്കൊരു ടോർച്ച് വേണം. ഗോൺസാൽവസ് ആന്റണി.
എന്താ വേണോ? ഫാദർ, എനിക്ക് കുറച്ച് വെള്ളം വേണം. താങ്ക്സ്. നോക്കൂ ഫാദർ, എന്റെ കണക്കോട്ടലിൽ തെറ്റിയിട്ടില്ല. എത്രയും വേഗം ഇത് പോലീസിൽ അറിയിക്കണം. പക്ഷേ ഇതിന്റെ പേരിൽ കുരിശു ചുമക്കേണ്ടി വന്ന ദാസനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഫാദർ. Good evening, Father. ഗുഡ് ഈവനിങ്. ആരാ? I am David Anthony Fernandez. Please get me Mr. Venugopalan tonight. ഹലോ. ഹലോ മിസ്റ്റർ വേണു. കാര്യങ്ങൾ ഇപ്പോൾ വളരെ ലളിതമായിരിക്കുന്നു. ഈ പാവത്തിനെ മറന്നു കാണില്ലല്ലോ. ആ പഴയ ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. രാംദാസ് എന്ന നിരപരാധിയെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ഒരല്പം അത്യാഗ്രഹം കൊണ്ട് മാത്രം. രാംദാസിനെ രക്ഷിക്കാനുള്ള തെളിവ്, അതായത് മിസ്റ്റർ ഉദയവർമ്മ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. എവിടെ? എന്താ തിടുക്കമായോ? കാണിച്ചു തരാം. പക്ഷേ ദാസന്റെ ജീവന് പകരം എനിക്ക് വല്ലതും തരണം. ഞാൻ ചോദിക്കുന്നത് ആ കൊച്ചു പെട്ടി കാലത്ത് 7 മണിക്ക് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വന്നാൽ സത്യസന്ധമായ ഒരു ഡീൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. He is fine. Good morning, Mr. Verma. മിസ്റ്റർ വർമ്മ, മാന്യന്മാർക്കൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും വിഷ് ചെയ്താൽ നന്ദി എന്നൊരു വാക്ക് പറയുക. ആ, എന്നോട് പരിഭവമായിരിക്കും. ഡയമണ്ട്സ് എന്റെ കയ്യിലില്ലാത്ത സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ശത്രുക്കളെ ഉണ്ടാക്കുക എന്നത് എന്റെ ഒരു ഹോബി മാത്രമാണ് മിസ്റ്റർ വർമ്മ. പക്ഷേ നിങ്ങളെ ഞാനൊരു ശത്രുവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഞാൻ പറഞ്ഞയക്കുന്നത്. ആ, പിന്നെ കുറച്ചുനാൾ നമ്മൾ ഒരുമിച്ച് താമസിച്ചതിന്റെ ഓർമ്മയ്ക്കായി നമുക്കൊരുമിച്ചൊരു ഫോട്ടോ എടുക്കാം. ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. പാവപ്പെട്ട രാംദാസിനെ കൊല്ലണ്ട എന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് പരസ്പരം സഹായിച്ചു കളയാം. പിന്നെ തോമസ് മാത്യു ആരാണെന്നൊരു സംശയം ബാക്കിയുണ്ടല്ലേ? തോമസ് മാത്യു എന്ന പേരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു മിസ്റ്റർ ഉദയവർമ്മ. എന്നെ പറ്റിക്കാൻ കമ്മീഷണറുടെ ഒരു അടവ്. അതിന്റെ ഫലം ആ പാവം കമ്മീഷണർ അനുഭവിച്ചു. ഓക്കെ, ലെറ്റ് us come to business. നാളെയാണ് വിധി. എല്ലാ തെളിവുകളും രാംദാസിനെതിരായതുകൊണ്ട് തീർച്ചയായും ആ പാവപ്പെട്ട കുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിക്കും. നമുക്ക് രാംദാസിനെ രക്ഷിക്കണ്ടേ? വേണം. ലുക്ക്, ഒരു മ്യൂച്വൽ ബിസിനസ്. എനിക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിലുണ്ട്, ഡയമണ്ട്സ്. നിങ്ങൾക്ക് വേണ്ടത് എന്റെ കയ്യിലും, മിസ്റ്റർ വർമ്മ. എന്താ, വിശ്വാസമായില്ലേ? See this. ഓക്കെ. എപ്പോൾ? എവിടെ വെച്ച്? ന്യായമായ ചോദ്യം. വുഡ്സ് റോഡിൽ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്. അവിടെ നാളെ കാലത്ത് 7 മണിക്ക് നമുക്ക് കാണാം. ബട്ട് അതിബുദ്ധിയൊന്നും കാണിക്കരുത്. ഓക്കെ? ഈസി ആൻഡ് സ്റ്റഡി. ഇനി എന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധ്യമല്ല ഫാദർ. ദയവ് ചെയ്ത് നിങ്ങൾ ആരും നാളെ കോടതിയിൽ വരരുത്. ദാസൻ എന്നൊരാളെ പരിചയപ്പെട്ടിട്ടില്ലെന്ന് വിചാരിച്ചോളൂ. എനിക്കൊരു ഉപകാരം ചെയ്യുമോ ഫാദർ? പറയൂ. ഇന്ന് എന്റെ അച്ഛനും അമ്മ എന്നെ കാണാൻ വന്നിരുന്നു.
ഒത്തിരി നേരം കഴിഞ്ഞിട്ട് അവർ പോയി. ഇതുവരെ എന്റെ അമ്മയ്ക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഫാദർ. എന്റെ മുറിയിൽ ചില്ലറകൾ ഇട്ട് വെച്ചേക്കുന്ന ഒരു പഴയ പെട്ടിയുണ്ട്. അതെങ്ങനെയെങ്കിലും എന്റെ അമ്മയ്ക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണം ഫാദർ. ഇത്രയും നാൾ സാറിനെ ഉപദ്രവിച്ചതിൽ ഞങ്ങളോട് വിഷമം തോന്നരുത്. ഇല്ല. ഗുഡ് ബൈ. ഗുഡ് ബൈ. ഗുഡ് ബൈ. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോട് വളരെ സ്നേഹമുണ്ട്. എവിടെ മിസ്റ്റർ വർമ്മ? ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ആ ഡയമണ്ട്സ് തന്നിട്ട് മിസ്റ്റർ വർമ്മയെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ. Don't move. അബദ്ധം കാണിക്കരുത്. Sorry, Mr. Fernandez. I am going to take this. Don't move. Goodbye.
വേണുമോനെ ചക്കരക്കുട്ട ആ പെട്ടി കൊടുത്തേ, എന്നിട്ട് ഞാൻ പെണ്ണെ കൊണ്ട് പൊയ്ക്കോ കൂടി പോരെ. എന്റെ വാടാ ഇവിടെ വെടിയും പോകും. അനങ്ങരുത്. മിന്നൽ ബാബു. വേണു, നിനക്ക് വേണേ ഇപ്പൊ എന്നെ കൊല്ലാം. ദേ, അവിടെ കോടതിയിൽ ഒരാളുടെ ജീവൻ അപകടത്തില. അവനെ രക്ഷിക്കുന്നോ അതോ എന്നെ കൊല്ലുന്നോ? സമയമില്ല. ഞാനാണ് വർമ്മയെ കൊന്നത്. ഞാനത് കോടതിയിൽ തുറന്നു പറയാം. മരിക്കുന്ന മനുഷ്യന്റെ വാക്കിന് നിയമത്തിന്റെ മുന്നിൽ വിലയുണ്ട്. പല്ലുവാരം